ഇത് എന്താണെന്ന്? ഇത് 10 രൂപയുടെ കവർ പൊട്ടിച്ചല്ലേ സാർ? എടാ, നീ ശരിക്കും മണ്ടന അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ് സാർ. നീ എന്തുട്ടാ ക്രമേ കാണിച്ചേ? അത് ഓടിപ്പോയല്ലോ. ഞാൻ ആ പിശാചിനെ ഓടിക്കാൻ കുരിശ് കാണിച്ചാ. കുരിശ? ആ, വെള്ളി കുരിശ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 3 ചായ. ചായൊന്നും വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. പിന്നെ ഒരു ഓഫീസ് ആവുമ്പോ അതിന്റെയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണ്ട. ഇതുപോലെ കുഴുകൂത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തനാ പണ്ട് മൂത്തവനെ ഞാൻ കെട്ടിയിട്ട് തല്ലിയത്. അതോടെ ആ മോൻ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ചാ പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോട്ടോ. അവനോടൊന്നും പറയണ്ട. അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്നു പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി എപ്പോഴും ഇങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ? അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കും. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചൻ ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കാം. നീല പറഞ്ഞ കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ച് നമ്മളാരും ശ്രദ്ധിക്കൂല. എന്നിട്ട് ഈ ആൾക്കാരൊക്കെ നമ്മളെ തന്നെയാണ് നോക്കുന്നത്. സോറിടാ, തെറ്റു കിട്ടിപ്പോ. ഈ ടീഷർട്ട് ഞാൻ മാറി നോക്കാം. ആ ഷർട്ടും ഇട്ടാ മതി. ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല, പോയില്ല. ഇവിടെ കിടന്നു. എന്റെ അമ്മായിയമ്മയുടെ വീടാണ്. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ಇನಿ ಎನ್ನೋಡಿ ಕಳಿಕೆ ಬಂದ ನಿನ್ನ ಬೆಟ್ಟಿ ಬೆಡಿ ಪೀಸ ನಿನ್ಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗ ಗೊತ್ತಿಲ್ವಾ ಗಜ್ಜಿ ನಾಯಿನ್ ಮಗನೆ നായിന്റെ പട്ടി മോനെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഹലോ ഹലോ, ദിസ് ഇസ് ചിത്ര. ആണോ? ചിത്ര, ഞാൻ 12C പഠിക്കണ ആംബ്രോസ് ആണ്. അച്ഛനുണ്ടോ? ഒന്ന് കൊടുക്കൂ. ജോസ് മാഷല്ലേ? ഞാൻ ആംബ്രോസ് ആണ്, 12C പഠിക്കണ. റോട്ടിൽ തടഞ്ഞു പടക്കം വെച്ച് പൊട്ടിക്കണം. നാട്ടുകാർ തല്ലിക്കണോ? അന്ന് ഞാൻ സ്കൂളിൽ പോയി പടക്കം പൊട്ടിക്കണം. സോറി ഞാൻ അറിയാതെ. ഇങ്ങ വന്നേ. ഇനി പറഞ്ഞത് ശരിയാടോ, ഈടുത്ത ഫുഡ് കൊള്ളൂല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പിന്നെ വിശപ്പ് കാരണം ഓർഡർ ചെയ്തതാ, വെറുതെ വയറ് കേടാവുവാനും. ഞാൻ ഇവിടുത്തെ ഷെഫിനെയൊക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോട് ഞാൻ പറഞ്ഞ. അയ്യോ ഇല്ല സാർ, ഞാൻ പറയില്ല സാർ. ബൈ സാർ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. പെണ്ണും ചെറുക്കനും ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്ന് സംസാരിച്ചോട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് വട്ടമുള്ളവരല്ലേ ഇവർ രണ്ടുപേരും കൂടെ. അവരിങ്ങോട്ട് വരുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. നിനക്ക് മാറിയെന്നോടെ, എന്റെ കൈയും കാലം അനങ്ങണില്ല. പറഞ്ഞപ്പോഴേക്കും മാറിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇങ്ങോട്ട് വേണ്ട, അവളൊന്ന് ചേർന്ന്. അവളൊന്ന് ചേർന്ന്. ചാരിറ്റി എന്ന് പറയുന്നത് പണ്ട് തുടങ്ങിയ എന്റെ ഹൃദയത്തിലുള്ളതാ. ഹാപ്പി? താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഈ മക്കൾ നോക്കാത്ത ആളുകളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു. എന്നിട്ട് നീ എന്റെ അമ്മക്ക് 10 രൂപ കൊടുത്തിട്ടില്ലല്ലോ. പിൻസാന്റെ വീട്ടിൽ 3 പേരല്ലേ? രമണി ചേച്ചി 3 പാക്കറ്റ്. ശരി മോളെ. അപ്പോ ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് സംഭാവന നൽകുന്നവർക്ക് ഞങ്ങള് പൊറോട്ടയും ബീഫും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഓ, പൊറോട്ട ചെറുതായിട്ട്. ഞങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാറുള്ളൂ ഇവിടെ. ഓക്കെ, താങ്ക് യു. അതെ,
ഞങ്ങളുടെ വീട്ടിൽ 7 പേരാ. അസല് തണ്ടക്ക് പറഞ്ഞു നിന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട വീരാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അതിന്റെ മോനോട്ട് അച്ഛനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ടോന്ന് ഞാനും നിന്റെ അമ്മയും എത്ര വർഷം പ്രേമിച്ചിട്ടാ കല്യാണം കഴിച്ചതെന്നറിയോ? എല്ലാരും പറയും കല്യാണം കഴിഞ്ഞ അതോടെ പ്രണയമൊക്കെ അവസാനിച്ചത്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ശരിക്കും പ്രണയിച്ചത്. ആഹാ, എന്നിട്ടെന്താ, നിന്റെ അമ്മ കയ്യോടെ പിടികൂടി. അതോടെ ആ പ്രേമ പൊളിഞ്ഞ് പാളീസായി. Yeah, that body's a blessing, girl. I ain't trying to pressure.